കണ്ണാന്നൊന്ന് വിളിച്ചു പോയാൽ, മധുരത്തോടുകൂടി ഗുരുവായൂരപ്പാന്ന് ആ തിരുനടയിൽ നിൽക്കുമ്പോ ഒന്ന് വിളിച്ചു പോയാൽ, ആരെങ്കിലും വിളിക്കണത് കേട്ടുപോയാൽ, അറിഞ്ഞോ അറിയാതെയോ വേറെ ആളെ കളിയാക്കിയിട്ടെന്ന ഭാവത്തിലെങ്കിലും കൃഷ്ണാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ മേശാന്തി ഭംഗിയായിട്ട് ഭഗവാനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കയ്യ ആ വിഗ്രഹത്തെ കൊണ്ടൊന്ന് പൊട്ടി, ദേഷ്യം വന്ന് കുന്തം ഒരു ഇടിയിടിച്ചു. അപ്പൊ തുടങ്ങിയ വയറുവേദന, ഒരു രക്ഷയില്ല, വയറുവേദന സഹിക്കില്ല. വൈകുന്നേരം അദ്ദേഹം വേറെ മേശാന്തിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാണെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്, മുട്ടുശാന്തി എന്നൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അല്ലെ, അതിലിട്ട് അപ്പം തന്നെ വൈകുന്നേരം ആള് വരും. ആ ഗ്രൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആരോടോ പറഞ്ഞു, അദ്ദേഹം വന്ന് കഴിച്ചോളാന്ന് ഏൽക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് വയറുവേദന സഹിക്കാൻ വയ്യാണ്ടായി, അങ്ങോട്ട് പോകാനേ പറ്റാണ്ടായി. ദിവസം പ്രതി വയറുവേദന കൂടുക. ഓരോ വൈദ്യന്മാരെ കാണും, മരുന്ന് കഴിക്കും, കുറയണില്ല. അങ്ങനെ കൂടി 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 വന്നപ്പോ വെല്ലുമംഗലം സ്വാമിയാര് തൊഴാൻ വന്നു, ഭഗവാനെ കാണാൻ തൊഴാൻ വന്നപ്പോ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ആ തിരുമേനിയോ എന്ന് പറഞ്ഞ അത്തക്ക് കയറുക. വെല്ലുമംഗല സ്വാമിയുടെ പ്രത്യേകത, ഭഗവാന് നേരിട്ട് പൂജ കഴിക്കുന്ന ആളാ, നേരിട്ട് ചോറൊക്കെ കൊടുക്കും. നമ്മളൊക്കെ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ മുദ്രയാണല്ലോ, സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഇത് മുഴുവൻ അല്ലേ, ഇവിടെ നിന്ന് ഞാൻ കഴിക്കും, പുറത്ത് നിന്ന് മിണ്ടരുത്, മിണ്ടിയാൽ നാളെ മുതൽ ഇതും കൂടി ഇല്ലാണ്ടാവൂട്ടോ. ഞാൻ ശാന്തിക്കാരെ ഒന്നും കുറ്റം പറയില്ല, കാരണം ശാന്തിക്കാരോട് നമ്മൾ പറയുന്നത് എങ്ങനെയാ. അതെ, തിരുമേനി നാളെ ഒരു കടുംപായസം കഴിക്കാൻ പറ്റുമോ? അപ്പൊ തിരുമേനി വയറൊക്കെ തിരുമേനി ചോദിക്കും, നാളെ തന്നെ വേണോ? നാളെ തന്നെ വേണം. നാളെ മകളുടെ പിറന്നാളാ, നാളെ തന്നെ കടുംപായസം കഴിക്കണം. നിർബന്ധമാണെങ്കിൽ ആവാം, ഞാൻ അല്ല, തിരുമേനി തന്നെ കഴിക്കുകയും വേണം. ഓ ആയിക്കോട്ടെ. എന്നിട്ട് അവിടുന്ന് കടുംപായസം കൊണ്ടുവരുമ്പോ ലേശം കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. ഓ അദ്ദേഹം തന്നെ കഴിക്കണം എന്നും നാളെ തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഈ നുണ പറയുന്നത്. അപ്പൊ പറയാൻ പാടില്ല. ഇവിടെ വെല്ലുമംഗലം അങ്ങനെയല്ല, നേരിട്ട് പൂജ കഴിക്കുന്ന ആളാ, നേരിട്ട് ഭഗവാൻ കൊടുക്കുന്ന ആളാ. അപ്പൊ അദ്ദേഹത്തേക്ക് കയറിയപ്പോ ഈ തിരുമേനി പുറത്തേക്കുണ്ട്. അദ്ദേഹം ചോദിച്ചു, വെല്ലുമംഗലം അകത്ത് ചെല്ലുമ്പോ ഒരു കാര്യം ചോദിക്കുവോ? എന്റെ വയറ്റിലുവേദന തീരെ മാറണില്ല, അത് എത്ര നാള് മരുന്ന് കഴിക്കണം എന്നൊന്നും ചോദിക്കും. ഓ ചോദിക്കാം. അകത്തുനിന്നപ്പോ കൃഷ്ണനോടൊക്കെ ഉണ്ട്. കൃഷ്ണൻ ചോദിച്ചു വെല്ലുമംഗലത്തിനോട്, ഞാൻ കേട്ടു, പറയണമൊക്കെ ഞാൻ കേട്ടുട്ടോ, വയറുവേദന മാറില്ലേ എന്നല്ലേ ചോദ്യം? മാറില്ല. എന്റെ കൃഷ്ണ അത് മാറ്റി കൊടുക്കൂ. അങ്ങനെ നല്ല തടിയുണ്ടായിരുന്ന ആളാ, ഇപ്പൊ ഓവിലിട്ട് വലിച്ചു പോയിരിക്കണം. അദ്ദേഹം മാറ്റി കൊടുക്കില്ല. വെല്ലുമംഗലം ഇവിടെ കണ്ടോ, കുട്ടികളെ കാണിച്ചു കൊടുത്തേക്ക. ഓരോ ദിവസം അഭിഷേകം ചെയ്യുമ്പോൾ ഇവിടെ നീറ് അറിയോ, നിങ്ങൾക്ക് അതിന്റെ വേദന അറിയാത്തതുകൊണ്ടാന്നൊക്കെ ഭഗവാൻ തട്ടിക്കയറുക. അപ്പൊ ഈ ജന്മം മാറില്ല അല്ലെ? ഈ ജന്മല്ല, 7 ജന്മം മാറില്ല. ആ ശരി തോന്നുന്നു. പൂജയൊക്കെ കഴിഞ്ഞ് വെല്ലുമംഗലം ഇറങ്ങുമ്പോൾ തിരുമീനോട് തൊഴുതുകൊണ്ടിരിക്കുക, ഇനി മരുന്ന് കഴിക്കണോ? ഈ മരുന്നും കഴിക്കണ്ട. വൈകുന്നേരം അവളേക്ക് മാറുമല്ലേ? അല്ല, മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമില്ല, 7 ജന്മം ജനിച്ചാലും വയറുവേദന മാറില്ല. കൃഷ്ണൻ പറഞ്ഞ എന്നോട്, നിങ്ങൾ അങ്ങേരെ മാറൊക്കെ കുത്തി പൊട്ടിച്ചോ? അതറിയില്ല, ഞാൻ ഓരച്ചപ്പോ 7 ജന്മം മരുന്നൊന്നും വെറുതെ കഴിക്കണ്ട. വിഷമിച്ചിരിക്കുമ്പോഴാണ് കുറൂരമ്മ, ഭക്താഗ്രസേരയായ സാക്ഷാൽ യശോദമ്മയുടെ പുനരവതാരമായ കുറൂരമ്മ ഷഷ്ടിപൂർത്തി ആഘോഷത്തിനൊറ്റ ക്ഷണിച്ചു ഇദ്ദേഹത്തിനെ. വരണട്ടോ, ഇല്ലത്ത് വെച്ച് കേമായിട്ടുണ്ട്, അങ്ങുണ്ടാവണേ. അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ വരില്ല. അതെന്താ? ഞാൻ സ്വതവേ തന്നെ ഭക്ഷണം കഴിക്കാറില്ല, ഒരു വറ്റ ചോറുണ്ടായി ഇരട്ടി വയറുവേദനയോ. ഞാൻ അവിടെ വന്നിരുന്ന ഈ ആൾക്കാര് പഴപ്രഥമനും പാൽപ്പായസവും പഞ്ചാരപ്പായസവും അടപ്രഥമനും ചക്കപ്രഥമനും ഒക്കെ എടുത്ത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എവിടെ ഇരുന്നാ പോലെ ഞാൻ അവിടെ വന്ന് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, ഇവർ കഴിക്കണ കാണുകയും ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് ഇവർക്കൊക്കെ വയറുവേദന വരും, എന്റെ കൊതിയടിച്ചതിന്റെ വയറുവേദന വേറെ. എന്തിനാ അതിന് പോണേ? കുറൂരമ്മ പറയേ, ഒന്നുമില്ല, വരണട്ടുവോ? ഞാൻ വരില്ല. വരണം, വയറുവേദന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയണേ. അന്ന് അവിടെ ഉണ്ടായില്ലെങ്കിൽ കാട്ടി തരാമ്മ. ശരി പറഞ്ഞു. അവിടെ ചെന്നു. കുറൂരമ്മ അടുത്ത് പിടിച്ചിരുത്തി, ഇവിടെ ഇരിക്കൂ പറഞ്ഞു. അവിടെ ഇരുത്തി ഇലയിട്ട് ചോറ് വിളമ്പി, വിഭവസമൃദ്ധമായ സദ്യ. അത് കണ്ടപ്പോ ഈ തിരുമേനി തീരുമാനിച്ചെന്ന് ചാവുകയാണെങ്കിൽ ചാവട്ടെ, എനിക്ക് വയ്യ ഈ കൺട്രോൾ ചെയ്യാൻ എന്ന് വിചാരിച്ച് ഭക്ഷണിയുടെ വിശപ്പും ഈ സ്വാദും അതിന്റെ വാസനയും എല്ലാം കൂടി വന്നപ്പോ അദ്ദേഹം രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി. എന്ന് ഉണ്ടട്ടെ എന്റെ കാര്യം തീരുമാനിച്ച്. ഇന്നിപ്പോ ഇവിടെ മരണ കേട്ടു ഒരാള്, പാരണ വിടാൻ 11 ഇഡലി എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ പോലെ ലളിതമായ ഒരു ഭക്ഷണം ആയിക്കോട്ടെ എന്നുള്ള ഭാവത്തില് വേഗം അമാന്തിച്ചില്ല, ഗംഭീരമായിട്ട് ഊണ് കഴിക്കുന്നു. ആദ്യത്തെ ഉരുള ഉണ്ടോടുകൂടി വയറുവേദന പകുതി കുറഞ്ഞു. രണ്ടാമത്തെ ഉരുള ഉണ്ടോടി വയറുവേദന ഇല്ല. പൂർവ്വരമ്മയുടെ അടുത്തിരുന്ന് സുഖമായിട്ട് ഊണ് കഴിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ കൂടിക്കോട്ടെ ചോദിച്ചു. നിന്റെ വയറുവേദനയൊക്കെ പോയി, നിനക്ക് എവിടെ വേണമെങ്കിൽ പോവാം. ഇനി എന്റെ കൂടെ ഇവിടെ കൂടണമെങ്കിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല, സന്തോഷമേ ഉള്ളൂ.
എന്നാ ഞാൻ വയറുവേദന അവിടെ ചെന്നാലും ഉണ്ടാവില്ല, ഇല്ല പൊക്കോളൂ, ഈ ജന്മം നിനക്ക് വയറുവേദന ഇല്ലാന്നാ. ഈ വയറുവേദന ഇല്ലാന്നല്ല, ഈ ജന്മം നിനക്ക് വയറുവേദന ഉണ്ടാവില്ല എന്നാ. മറ്റേയാള് പറഞ്ഞത് 7 ജന്മത്തേക്ക് വയറുവേദന മാറില്ല എന്നാ. വൈകുന്നേരം ശാന്തി ഡ്യൂട്ടി വീണ്ടും ഏറ്റെടുത്ത് അദ്ദേഹം അമ്പലത്തിൽ ചെല്ലുമ്പോ കൃത്യമായിട്ട് കൃഷ്ണന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. ഭഗവാനുണ്ടല്ലോ കാലദോഷമൊക്കെ, കാലസ്വരൂപനാണ് ഭഗവാൻ. എനിക്ക് സമയമില്ല എന്ന് ആരും പറയരുതെന്നാ പറയാ, ഭഗവാൻ തന്നെ കാലമാണ്. എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കൂടെ ഭഗവാൻ ഇല്ല എന്നാ. പക്ഷെ അവിടെ വില്ലുമംഗലം വന്നു. വില്ലുമംഗലത്തെ കണ്ടപ്പോ തിരുമേനി പറഞ്ഞു, അതെ അകത്തേക്ക് പോവാണോ, പൂജയ്ക്ക് പോവാണോ? അതെ. അകത്ത് ആ കള്ളൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൂട്ടോ, എന്റെ വയറുവേദന മാറിയെന്ന്. കുറൂരമ്മ മാറ്റി എന്ന് പറഞ്ഞേക്കും. അങ്ങേരല്ലേ പറഞ്ഞു 7 ജന്മം ജനിച്ചാൽ മാറില്ല, അവിടെ മാറ്റാൻ പറ്റിയ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേക്കൂ. അകത്ത് നിന്നപ്പോ വല്ലാതെ വിഷാദമായ മുഖത്തോടു കൂടി കണ്ണൻ അവിടെ നിൽക്കണ്ട്. ചോദിച്ചു വില്ലുമംഗലം, എന്ത് പറ്റി? വയറ്റിലേറെ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് 7 ജന്മം ജനിച്ചാലും മാറില്ല, സുഖമായിട്ട് മാറ്റി എന്ന് പറഞ്ഞോളൂ. എന്റെ വില്ലുമംഗലം ആ കുറൂരമ്മ പറ്റിച്ച പണിയാണ്. ഒരു വയറ്റുവേദന ഉണ്ടാവില്ല, എന്നെ കൂടി ഇരുന്നോളൂ എന്നൊക്കെ അവർ പിടിച്ചിരുത്തി. 1ാമത്തെ ഉരുളുകൊണ്ടുകൂടി പിന്നെ എനിക്ക് വയറ്റുവേദന മാറ്റാണ്ട് പറ്റുമോ? മാറ്റിയില്ലെങ്കിൽ എന്റെ ഭക്തത പറഞ്ഞ വാക്ക് കള്ളത്തരാവില്ലേ? അതാണ് കൃഷ്ണൻ. നമ്മൾ ജന്മജന്മാന്തരങ്ങൾ പാപം ചെയ്തിട്ടുണ്ടാവും. എത്ര ജന്മം ജനിച്ചാലും മാറാത്തത്ര പാപം ശിരോലിഖിതമായിട്ട് തലയിലുണ്ടാവും. പക്ഷേ കണ്ണാന്നൊന്ന് വിളിച്ചു പോയാൽ, മധുരത്തോടുകൂടി ഗുരുവായൂരപ്പാന്ന് ആ തിരുനടയിൽ നിൽക്കുമ്പോ ഒന്ന് വിളിച്ചു പോയാൽ, ആരെങ്കിലും വിളിക്കണത് കേട്ടുപോയാൽ, അറിഞ്ഞോ അറിയാതെയോ വേറെ ആളെ കളിയാക്കിയിട്ടെന്ന ഭാവത്തിലെങ്കിലും കൃഷ്ണാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയകമലത്തിൽ കടന്നവൻ ചെയ്ത ജന്മജന്മാന്തരങ്ങൾ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ആളാണ് ഈ കണ്ണൻ. തന്റെ ഭക്തന്റെ വാക്ക് അതാണ് വലുത്. തന്റെ വാക്കിനൊരു വിലയും കൽപ്പിക്കാത്ത ആളാണ് കണ്ണൻ എന്നർത്ഥം. അത്രയും സ്നേഹമാണ് ഭക്തനോട്, എത്രയോ പ്രേമം എന്നുള്ളതിന് കണക്കില്ല എന്നുള്ളതാണ് അതിനർത്ഥം. വാശിയുടെ കാര്യത്തിൽ ഒട്ടും കുറവല്ല കേട്ടോ. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനോട് മകള് പറഞ്ഞു, എനിക്ക് കല്യാണത്തിന് അച്ഛൻ എന്താ തരിക ചോദിച്ചു. ഞാൻ സ്വർണം കൊണ്ടൊരു മുക്കുത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. സ്വർണം കൊണ്ട് മുക്കുത്തി ചെറിയ 2 ഗ്രാം ആയാലും മതിയിൽ വെച്ചിട്ടാ പറഞ്ഞു അച്ഛൻ. പക്ഷെ അച്ഛൻ പെട്ടെന്ന് ധനികനായി. അച്ഛൻ 2 ജ്വല്ലറിയുടെ ഓണറായി. വിവാഹ സമയമായി കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ് ചോദിച്ചത്. വിവാഹത്തിന്റെ അന്ന് ഒരു ജ്വല്ലറി നടന്നു വരാൻ തോന്നും. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നൊക്കെ പറഞ്ഞ പോലെ സഞ്ചരിക്കുന്ന ജ്വല്ലറി ആയിരുന്നു അവള്. അച്ഛൻ കൈ പിടിച്ചു ചോദിച്ചു, മോക്ക് സന്തോഷമായോ ചോദിച്ചു. എന്നാലും അച്ഛൻ എനിക്ക് പണ്ടൊരു മൂക്കുത്തി മേടിച്ചാൽ അത് തന്നിട്ടില്ല കേട്ടോ എപ്പോഴും പറഞ്ഞു. ഇത് മുഴുവൻ കൊടുത്തു. അതേ ആളാണ് കണ്ണൻ. നമ്മളൊരു കദളിപ്പഴം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 കദളിക്കൊല അവിടെ കൊണ്ടുവച്ചാലും പറയും, അന്ന് തരാൻ തോന്നുന്നു ആ കദളിക്കൊല കായ കിട്ടിയിട്ടില്ല കേട്ടോ പറയും. അത് തരണേന്ന് പറയും. അതിന് കണക്ക് വെക്കുന്ന ആളാ, അതിന് ഒരു കുറവും വെക്കുന്ന ആളല്ല. വാശിയുടെ ആശാനാണ് അദ്ദേഹം.